അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഈ ഒരു സെക്ഷനിൽ കാണുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? എല്ലാവർക്കും എൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം, അതുപോലെ തന്നെ PDF ഒക്കെ കാണാമല്ലോ അല്ലേ? എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവർ ദയവായിട്ട് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണുന്ന ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഫാദർ ഓഫ് കെമിസ്ട്രി? ഹൂ ഈസ് ദി ഫാദർ ഓഫ് കെമിസ്ട്രി? ഇതാണ് നമ്മളുടെ ആദ്യ ചോദ്യം. നമുക്ക് ആദ്യം തന്നെ കെമിസ്ട്രിയുടെ പിതാവ് ആരാണ്, ഫാദർ ആരാണ് എന്ന് പഠിക്കാം. ഓപ്ഷൻസ് 4 എണ്ണമുണ്ട്. റോബർട്ട് ബോയിൽ, ആന്റോണിയോ ലാവോസിയ, ഹെൻറി മോസ്ലി, റൂതർഫോർഡ്. അപ്പോൾ നമ്മുടെ കെമിസ്ട്രിയുടെ ഫാദർ ആരാണ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? റോബർട്ട് ബോയിലാണ്. ആൻസർ റോബർട്ട് ബോയിലാണ്. അപ്പോൾ കെമിസ്ട്രിയുടെ ഫാദർ ആരാണ്? റോബർട്ട് ബോയിലാണ്. ആൻസർ റോബർട്ട് ബോയിൽ. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. റോബർട്ട് ബോയിൽ. ക്ലിയർ. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി. അപ്പോൾ നമ്മൾ ഫാദർ ആരാണ് എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി ആരാണ്? നമ്മുടെ ആധുനിക കെമിസ്ട്രിയുടെ പിതാവ് ആര്? ലാവോസിയ, ജേക്കബ്, അരിസ്റ്റോട്ടിൽ, റോബർട്ട് ബോയിൽ. അപ്പോൾ ആരാണ് നമ്മളുടെ ആധുനിക കെമിസ്ട്രിയുടെ പിതാവ്? മോഡേൺ കെമിസ്ട്രിയുടെ പിതാവ്? ആൻസർ ലാവോസിയാണ്. ആൻസർ എന്താണ്? ലാവോസിയ. ആൻസർ ലാവോസിയ. അപ്പം നമ്മൾ കെമിസ്ട്രിയുടെ പിതാവ് റോബർട്ട് ബോയിൽ ആണെന്നും ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി ലാവോസിയാണ് എന്നും പഠിച്ചു. ഇനി നമുക്ക് ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി ആണ് പഠിക്കേണ്ടത്. ഓപ്ഷൻ ജോൺ ഡാൾട്ടൺ, പ്രഫുല്ല ചന്ദ്ര, നീൽസ് ബോർ, പിന്നെ കനാദ്. നമ്മളുടെ ഇന്ത്യയുടെ കെമിസ്ട്രിയുടെ പിതാവ് ആര്? ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി. ആൻസേഴ്സ് എല്ലാവർക്കും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ആൻസേഴ്സ് ഒക്കെ കമൻറ്റ് ചെയ്യുക. നമ്മളുടെ ആൻസർ പ്രഫുല്ല ചന്ദ്രയാണ്. നമ്മളുടെ ആൻസർ എന്താണ്? പ്രഫുല്ല ചന്ദ്ര. അപ്പോൾ നമ്മളുടെ കെമിസ്ട്രിയുടെ പിതാവ് ആര് എന്ന് നിങ്ങൾക്ക് ചോദിച്ചാൽ ഫാദർ ഓഫ് കെമിസ്ട്രി റോബർട്ട് ബോയിലാണ്. എന്നാൽ ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി എന്ന് ചോദിച്ചാൽ ഉത്തരം ലാവോസിയാണ്. ഇനി ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി എന്നാണ് ചോദ്യമെങ്കിൽ ആൻസർ പറയേണ്ടത് പ്രഫുല്ല ചന്ദ്ര എന്നാണ്. ആൻസർ എന്താണ്? പ്രഫുല്ല ചന്ദ്ര. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നമ്മുടെ നാലാമത്തെ ചോദ്യമാണിത്. ഹൂ ഡിസ്കവേർഡ് ദി ആറ്റം? ഹൂ ഡിസ്കവേർഡ് ദി ആറ്റം? ഓപ്ഷൻ ജോൺ ഡാൾട്ടൺ, JJ തോംസൺ, ഗോൾഡ്സ്റ്റീൻ, ഏണസ്റ്റ് റൂതർഫോർഡ്. അപ്പോൾ ആറ്റം എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ അതിനെ റിവോൾവ് ചെയ്തുകൊണ്ട് ഇലക്ട്രോൺസ് ഉണ്ട്. ന്യൂക്ലിയസിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺസ് ആണ് റിവോൾവ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു സംഭവത്തെ നമുക്ക് ആറ്റം എന്ന് വിളിക്കാം. ന്യൂക്ലിയസും ഇലക്ട്രോൺസും ഉണ്ട്. അപ്പോൾ ഒരു പദാർത്ഥം, അതിൻ്റെ ഏറ്റവും കുഞ്ഞു ഫോം, അതാണ് ആറ്റം. ആറ്റമോസ് എന്ന പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വേർഡ് ഉണ്ടായത്. ആറ്റത്തെ വിഭജിക്കാൻ സാധിക്കുമോ? ഇല്ല. ആറ്റത്തെ നമുക്ക് വിഭജിക്കുവാൻ സാധിക്കില്ല. ഒരു പദാർത്ഥത്തിൻ്റെ ഗുണം കാണിക്കുന്ന ഏറ്റവും കുഞ്ഞു സാധനത്തിനെയാണ് നമ്മൾ ആറ്റം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ പഞ്ചസാര, അതിൻ്റെ ഏറ്റവും ചെറിയ, ഈ ആറ്റം രുചിച്ച് നോക്കിയാൽ ആ മധുരം കിട്ടണം. ഇപ്പോൾ ഉപ്പിൻ്റെ ഏറ്റവും കുഞ്ഞു ആറ്റം എടുത്താൽ അതിൻ്റെ രുചി നമുക്ക് അറിയാൻ പറ്റണം. ആ ഗുണം കാണിക്കണം, ഏറ്റവും ചെറുതായിരിക്കണം. ഇനി വിഭജിക്കാൻ പറ്റാത്ത ഏറ്റവും ചെറിയ പദാർത്ഥമാണ് ആറ്റം. അപ്പോൾ ഈ ആറ്റത്തെ കണ്ടെത്തിയത് ആരാണ്? ആൻസർ ജോൺ ഡാൾട്ടനാണ്. നമ്മുടെ ആൻസർ ജോൺ ഡാൾട്ടനാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മളുടെ അടുത്ത അഞ്ചാമത്തെ ചോദ്യമാണ്.
വേർ ഈസ് ദ നാഷണൽ കെമിക്കൽ ലബോറട്ടറി ലൊക്കേറ്റഡ്? എവിടെയാണ് നമ്മളുടെ നാഷണൽ കെമിക്കൽ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മൾ തന്നെ ലബോറട്ടറിയിൽ പോകാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ലബോറട്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെയാണ് പോകുന്നത്. പല പരിശോധനകൾക്കാണ്, മൂത്രം ടെസ്റ്റ് ചെയ്യും, ബ്ലഡ് ടെസ്റ്റിങ്, നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. BP ടെസ്റ്റ് ചെയ്യാൻ, ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ അല്ലേ? അപ്പോൾ ലബോറട്ടറിയിൽ പോയി നമ്മൾ റിസൾട്ടൊക്കെ വാങ്ങിച്ചിട്ട് രോഗനിർണയം നടത്തും. അതുപോലെ നമുക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു നാഷണൽ കെമിക്കലായിട്ടുള്ള ലബോറട്ടറി ഉണ്ട്. ഇതെവിടെയാണ്? ഓപ്ഷൻ പൂനെ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, കൊൽക്കത്ത. അപ്പോൾ നമ്മളുടെ നാഷണൽ കെമിക്കൽ ലബോറട്ടറി എവിടെ എന്നാണ് ചോദ്യം. നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ പൂനെ. ആൻസർ പൂനെ. അടുത്ത ചോദ്യം ഇതാണ്. UNO Year of Chemistry. Observed as UNA Year of Chemistry. Dash observed as UNO Year of Chemistry. 2010, 2011, 2012, 2030. ഇപ്പോൾ ഫിസിക്സ് ആയിരുന്നെങ്കിൽ 2005 ആണ്. ഒപ്റ്റിക്സ് ഇയറും 2005 ആണ്. ഇന്റർനാഷണൽ ഇയർ ഓഫ് ഒപ്റ്റിക്സ് ആൻഡ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫിസിക്സ്. എന്നാൽ ഇന്റർനാഷണൽ ഇയർ ഓഫ് കെമിസ്ട്രി ഏതാണ്? നമ്മളുടെ ആൻസർ 2011 ആണ്. 2011. മേരി ക്യൂറി അവരുടെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കെമിസ്ട്രി വർഷം ആചരിക്കുന്നത്. 2011 കെമിസ്ട്രി വർഷം ആചരിച്ചത്. 2011. The scientist was addicted to the color blindness. കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് വർണ്ണാന്ധത എന്ന രോഗമാണ്. കളർ ബ്ലൈൻഡ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? വർണ്ണാന്ധത എന്നൊരു രോഗമാണ്. ഈ രോഗത്തിന് അടിമയായിട്ടുള്ള സയന്റിസ്റ്റ് ആരാണ്? ജോൺ ഡാൾട്ടൺ, ലാവോസിയ, റോബർട്ട് ബോയിൽ, ലിനസ് പോളി. അപ്പോൾ വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് ഇതെന്താണ്? ഇതെന്ന് വെച്ചാൽ നമുക്ക് റെഡ് കളറോ ഗ്രീൻ കളറോ കാണാൻ പറ്റില്ല. ആകെ പ്രൈമറി കളറായിട്ടുള്ള ബ്ലൂ കളറ് മാത്രമേ കാണാൻ പറ്റൂ. റെഡും ഗ്രീനും കാണാൻ പറ്റത്തില്ല. പ്രൈമറി കളറായിട്ടുള്ള ബ്ലൂ കളറ് മാത്രമേ കാണൂ. ഇതിനാണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 പ്രൈമറി കളേഴ്സും വ്യക്തമായി കാണാൻ പറ്റിയില്ലെങ്കിൽ കളേഴ്സ് തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. ഏതൊരു കളറും ഇന്ന കളറാണ് എന്ന് വ്യക്തമായി തിരിച്ചറിയാൻ ഇവർക്ക് സാധിക്കില്ല. അപ്പോൾ ഈ ഒരു രോഗത്തിന് അടിമയായിരുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ രോഗം ബാധിക്കപ്പെട്ട സയന്റിസ്റ്റ് ആയിരുന്നു ജോൺ ഡാൾട്ടൺ. ആറ്റം കണ്ടെത്തിയ നമ്മുടെ ജോൺ ഡാൾട്ടൺ. അതുകൊണ്ട് തന്നെ ഈ രോഗത്തെ ഡാൾട്ടനിസം എന്നും അറിയപ്പെടുന്നു. വർണ്ണാന്ധത, കളർ ബ്ലൈൻഡ്നെസ് എന്ന ഈ രോഗത്തിന് ഡാൾട്ടനിസം എന്നൊരു പേര് കൂടിയുണ്ട്. നമ്മളിനി 8ാമത്തെ ചോദ്യമാണ്. ഇൻ വിച്ച് ലാംഗ്വേജ് ഈസ് ദ വേർഡ് ആറ്റം? ആറ്റമോസ് എന്ന ഏത് ലാംഗ്വേജിൽ നിന്നാണ് ആറ്റത്തിന് പേര് ലഭിച്ചത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ്. അദ്ദേഹത്തിന് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടു. ആറ്റത്തില് ഒരു കേന്ദ്ര ഭാഗമുണ്ട്, അതിന്റെ പേര് ന്യൂക്ലിയസ് എന്നാണ്. സെൻട്രൽ പാർട്ട് ഓഫ് ദ ആറ്റം ഈസ് കോൾഡ് ന്യൂക്ലിയസ്. ആൻഡ് സം ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദി ന്യൂക്ലിയസ്. അപ്പൊ ആറ്റത്തിൽ നമുക്ക് റിവോൾവ് ചെയ്യുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിനെയും കാണാൻ സാധിക്കും. ഇൻ ദി ന്യൂക്ലിയസ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആണ് അല്ലെ? പ്രോട്ടോണും ന്യൂട്രോൺസും അവിടെയുണ്ട്. There is proton and neutrons. അപ്പോൾ ന്യൂക്ലിയസ് contain proton and neutron. Proton and neutron. Electrons are revolving around it. ക്ലിയർ ആണ്. ഇനി ഇത് ഏത് ലാംഗ്വേജിൽ നിന്നാണ് ഈ വേർഡ് എടുത്തിരിക്കുന്നത്? ഗ്രീക്ക്, ലാറ്റിൻ, ജർമ്മനി, ജാപ്പനീസ്. നമ്മുടെ ഉത്തരം ഇത് ആറ്റമോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വേർഡ് വന്നിരിക്കുന്നത്. ഈ ആറ്റമോസിന്റെ അർത്ഥം വിഭജിക്കാൻ സാധിക്കാത്തത് എന്നാണ്. അങ്ങനെ നമ്മൾ 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. An early noun in chemistry. അപ്പോൾ ഏർലി നെയിം ഓഫ് കെമിസ്ട്രി ഏതാണെന്ന് ചോദിച്ചാൽ പഴയ പേര്. കെമിസ്ട്രി ഇപ്പോഴത്തെ പേരാണ്. പണ്ടത്തെ കെമിസ്ട്രിയുടെ പേരെന്താണ്? ഏർലി നെയിം ഓഫ് കെമിസ്ട്രി, ഏർലി നൗൺ ഇൻ കെമിസ്ട്രി എന്നൊക്കെ ചോദിച്ചാൽ ഓപ്ഷൻ കെമിസ്ട്രി, ആൽക്കമി, സയൻഷ്യ, കീമോസ്ട്രോഫി. അപ്പൊ നമ്മുടെ കെമിസ്ട്രി രസതന്ത്രം എന്നാണ് മലയാളത്തിൽ. കെമിസ്ട്രിയുടെ പഴയ പേരായിരുന്നു ആൽക്കമി. പണ്ട് കെമിസ്ട്രിയുടെ പേരെന്തായിരുന്നു? ആൽക്കമി എന്നാണ് പണ്ട് കെമിസ്ട്രിയുടെ പേര്. അടുത്ത ചോദ്യം. ഹു ഈസ്
ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ. ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി ആരാണ്? ആന്റോണിയൻ ലാവോസിയ ആണ് നമ്മളുടെ ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി. ലാവോസിയ ആണ് ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി. ക്ലിയർ ആണ്. അപ്പൊ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ആരാണ്? ഹു ഡിസ്കവർ ദി മോഡേൺ പീരിയോഡിക് ടേബിൾ? അത് ഹെൻറി മോസ്ലി. ഹെൻറി മോസ്ലി ആണ് മോഡേൺ പീരിയോഡിക് ടേബിള് കണ്ടെത്തിയത്. ക്ലിയർ ആണ്. അപ്പോ നമ്മൾ നോക്കും, ഓക്സിജന് പേര് നൽകിയത് ആരാണ്? ജോസഫ് പ്രീസ്ലി ആണ് ഓക്സിജന് പേര് കൊടുത്തത്. നമ്മളിപ്പോൾ 10 ചോദ്യങ്ങൾ റിവിഷൻ ചെയ്യുകയാണ്. ഹു ഈസ് ഫാദർ ഓഫ് കെമിസ്ട്രി? റോബർട്ട് ബോയിൽ. മോഡേൺ കെമിസ്ട്രി? ലാവോസിയ. ഇന്ത്യൻ കെമിസ്ട്രി ഫാദർ? പ്രഫുല്ല ചന്ദ്ര. ഹു ഡിസ്കവേർഡ് ദി ആറ്റം? ജോൺ ഡാൾട്ടൺ. നാഷണൽ കെമിക്കൽ ലബോറട്ടറി ഈസ് ഇൻ പൂനെ. UNO ഇയർ 2011. സയന്റിസ്റ്റ് കളർ ബ്ലൈൻഡ്നെസ് ഡാൾട്ടനിസം എന്നാണ് മറ്റൊരു പേര്, ജോൺ ഡാൾട്ടൺ. ഇൻ വിച്ച് ലാംഗ്വേജ് ദ വേർഡ് ആറ്റം? ഇറ്റ്സ് ഗ്രീക്ക്, ഫ്രം ദി ഗ്രീക്ക് വേർഡ് ആറ്റമോസ്. The oldest name of chemistry? It's alchemy. Who is the father of modern chemistry? We already discussed. It's Antonio Lavoisier. And we discussed another question. Who is the father of modern periodic table? It's Henry Moseley. Henry Moseley. Who coined the name oxygen? Oxygen ആ പേര് കൊടുത്തത് ആരാണ്? ജോസഫ് പ്രീസ്ലി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ 11ാമത്തെ ചോദ്യമാണ്. Who invented the periodic table? പീരിയോഡിക് ടേബിളിലെ മോഡേൺ പീരിയോഡിക് ടേബിൾ ഹെൻറി മോസ്ലി ആണ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഹു ഇൻവെന്റഡ് ദ പീരിയോഡിക് ടേബിൾ നമ്മൾ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഹെൻറി മോസ്ലി. റോബർട്ട് ബോയിൽ, ആന്റോണി ലാവോസിയ, റൂദർഫോർഡ്, ഇവരാരുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ പീരിയോഡിക് ടേബിള് ഹെൻറി മോസ്ലി ആണ് മോഡേൺ പീരിയോഡിക് ടേബിള് ഡിസ്കവർ ചെയ്തത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു പീരിയോഡിക് ടേബിളിലേക്ക് വരാൻ കുറേ പ്രോസസ്സ് എടുത്തായിരുന്നു അല്ലേ. ഡോബറൈനർ ഡിസ്കസ് ചെയ്തു. അപ്പോൾ പലരും പല രീതിയിൽ ലാവോസിയ ക്ലാസിഫൈ ചെയ്തു. പിന്നെയോ ഡോബറൈനർ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. ട്രയാഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ വന്നു. അഷ്ടകങ്ങൾ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻസ് വരുന്നു. ലോഹം അലോഹം എന്ന് വേർതിരിക്കുന്നു. പിന്നെ മാസിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫിക്കേഷൻ വരുന്നു. പിന്നീട് ലാസ്റ്റ് ആണ് ഹെൻറി മോസ്ലി നമ്മൾ ഇന്ന് അംഗീകരിച്ച ഒരു പീരിയോഡിക് ടേബിൾ കൊണ്ടുവരുന്നത്. ഇന്ന് നമ്മൾ അംഗീകരിച്ച പീരിയോഡിക് ടേബിളിന്റെ പ്രത്യേകത, ഇത് അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫിക്കേഷൻ നടക്കുന്നത്. അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. ഹൗ മെനി ഗ്രൂപ്പ്സ് ആർ ദർ ഇൻ ദി പീരിയോഡിക് ടേബിൾ? പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്ര? നമ്മൾ പറഞ്ഞു പീരിയോഡിക് ടേബിൾ ഉണ്ട്. കെമിസ്ട്രിയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളതാണ് എന്ത്? പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്. ഇത് എസ് ഗ്രൂപ്പാണ്, ഇത് ഇത്രയും പി ഗ്രൂപ്പാണ്, ഇത് ഡി ഗ്രൂപ്പാണ്, പിന്നെ ഇവിടെ വരുന്നത് എഫ് ഗ്രൂപ്പാണ്, ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സ്. അപ്പോൾ എസ് ഗ്രൂപ്പ് ഉണ്ട്, പി ഗ്രൂപ്പ് ഉണ്ട്, ഡി ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സ് ഉണ്ട്. ഈ ഡി ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ട്രാൻസിഷൻ ആണ് അല്ലെ, എസിൽ നിന്ന് പിയിലേക്കുള്ള ഒരു ട്രാൻസിഷൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എത്ര ഗ്രൂപ്പുകളുണ്ട്? ഹൗ മെനി ഗ്രൂപ്പ്സ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ 6, 7, 12, 18. നമ്മളുടെ ആൻസർ എന്താണ്? 18 ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്. ഹൗ മെനി ഗ്രൂപ്പ്സ്? 18 ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്. നമ്മളുടെ ആൻസർ 18 ഗ്രൂപ്പ്സ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വെരി ബേസിക് ക്വസ്റ്റ്യൻസും കൂടിയാണ്. ഹൗ മെനി പീരീഡ്സ് ആർ ദർ ഇൻ ദി പീരിയോഡിക് ടേബിൾ? അപ്പൊ പീരിയോഡിക് ടേബിളിൽ പീരീഡ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ആണ്, ഇങ്ങനെ താഴെ താഴെ വരുന്നതാണ്. ഈ റോകളെയാണ് പീരീഡ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തനെ വരുന്നതാണ്, താഴോട്ട് താഴോട്ട് വരുന്നതാണ് ഗ്രൂപ്പ്. ക്ലിയർ ആണ്. ഇത് 18 എണ്ണമാണ്. അപ്പോൾ 6, 7, 12, 18 നമ്മളുടെ പീരിയോഡിക് ടേബിളിലെ പീരീഡുകളുടെ എണ്ണം 7 ആണ്. പീരീഡുകളുടെ എണ്ണം 7 ആണ്. What is the smallest particle in a substance? Elements, molecule, atom, cell. ഒരു സബ്സ്റ്റൻസ്, ഒരു പദാർത്ഥം എടുക്കുമ്പോൾ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഇനി വിഭജിക്കാൻ കഴിയില്ല, അതിൻ്റെ തനതായ ഗുണങ്ങൾ തരുന്ന ആ പദാർത്ഥമാണ് ആറ്റം എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ കണമാണ്, ഇനി ഇതിനെ വിഭജിക്കുവാൻ കഴിയില്ല, എന്നാൽ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഇത് നൽകുകയും ചെയ്യുന്നു. അപ്പൊ നമ്മളുടെ ആൻസർ എന്താണ്? ആറ്റം. ആൻസർ ആറ്റം. ക്ലിയർ അല്ലേ? എല്ലാവർക്കും പിടികിട്ടി? ആൻസർ ആറ്റമാണ്. അടുത്ത ചോദ്യം ഇതാണ്, ഹു ഡിസ്കവേർഡ് ദി പ്രോട്ടോൺ? നമ്മൾ പറഞ്ഞു ഒരു ആറ്റം എടുക്കുമ്പോൾ ന്യൂക്ലിയസ് ഉണ്ട്, അതിനെ റിവോൾവ് ചെയ്യുന്ന കുറെ ഇലക്ട്രോൺസ് ഉണ്ട്.
ഇനി ന്യൂക്ലിയസിനകത്ത് നമ്മൾ പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആറ്റത്തിലെ അടിസ്ഥാന കണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺസ്, 3 അടിസ്ഥാന കണങ്ങളുണ്ട്. ബേസിക് കണങ്ങളാണ് ഈ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺസ്. അതിൽ തന്നെ പ്രോട്ടോണിനെ കണ്ടെത്തിയത് ആരാണ്? ഓപ്ഷൻ റൂദർഫോർഡ്, ജെയിംസ് ചാഡ്വിക്, ജെ തോംസൺ, സൊറൻസൺ. അപ്പൊ നമ്മുടെ ഉത്തരം റൂദർഫോർഡ് ആണ് പ്രോട്ടോണിനെ കണ്ടെത്തിയത്. പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂട്രോണിന് ചാർജ് ഒന്നും തന്നെയില്ല. ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ? ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? റൂദർഫോർഡ് ആണ്. എങ്കിൽ ഈ ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. അപ്പൊ ഒരിക്കൽ കൂടി പ്രോട്ടോൺ കണ്ടെത്തിയത് റൂദർഫോർഡ്, ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇനി ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്, ജെ തോംസൺ. അപ്പോ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോണിന് ചാർജുമില്ല. എങ്കിൽ ആറ്റത്തിന്റെ കേന്ദ്രഭാഗം, ഈ സെൻട്രൽ പാർട്ടിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണ്. എന്നാൽ നമ്മൾ പറയുന്നത് പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും ഈക്വൽ ആണ്. പ്രോട്ടോണിന്റെ ചാർജും ഇലക്ട്രോണിന്റെ ചാർജും എന്താണ്? ഈക്വൽ ആണ്. ക്ലിയർ ആണ്? പ്രോട്ടോണുകളുടെ എണ്ണം എത്ര ഉണ്ടോ അത്രയും ഇലക്ട്രോൺസ് ആയിരിക്കും റിവോൾവ് ചെയ്യുന്നത്. ഹൗ മെനി ഇലക്ട്രോൺസ് കുഡ് ഫിറ്റ് ഇൻ ടു വൺ ഓർബിറ്റ്? അപ്പൊ നമുക്ക് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ കെ, എൽ, എം, എൻ എന്ന് പറയുന്ന ഓർബിറ്റും SP, D, F എന്ന് പറയുന്ന ഓർബിറ്റലുമുണ്ട്. ഷെല്ലുമുണ്ട്, സബ് ഷെല്ലുമുണ്ട്. അപ്പൊ കെയില് 2 ഇലക്ട്രോൺസ്, എന്നില് 8, ഇവിടെ 18, ഇവിടെ 32. 2n സ്ക്വയർ എന്നാണ് ഇക്വേഷൻ. അപ്പൊ 2 × 1 സ്ക്വയർ 2, 2 × 2 സ്ക്വയർ 4 2 8, 2 × 3 സ്ക്വയർ 9 2 18, 2 × 4 സ്ക്വയർ 16 2 32. അപ്പോൾ ഓർബിറ്റില് കെ ഉണ്ട്, എൽ ഉണ്ട്, എം ഉണ്ട്, എൻ, കെ, എൽ, എം, എൻ. ഇനി സബ് ഷെല്ലാണ് SPDF. എസ് എന്ന് പറയുമ്പോൾ 2 തന്നെ, പി എന്ന് പറയുമ്പോൾ 6, എൻ SPDF ആണ്, ഡി എന്ന് പറയുമ്പോൾ 10 ആണ്, 14 കൂട്ടി പോവുക, എഫ് എന്ന് പറയുമ്പോൾ 14. അപ്പോൾ 2 6 10 14 ആണ് SPDF. അപ്പോൾ ഒരു ഓർബിറ്റിന് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസ് പറഞ്ഞാൽ നമ്മൾ 2 ആണ് ആൻസർ പറയേണ്ടത്. ആൻസർ എന്താണ്? 2. വാട്ട് ഈസ് ദ കോമൺ എലമെന്റ് ദാറ്റ് ഈസ് സീൻ ഇൻ ഓൾ ദി ആസിഡ്സ്? ഏതൊരു ആസിഡ്സിലും ആസിഡ് അമ്ലഗുണമാണ് അല്ലെ, ആൽക്കലി ക്ഷാരഗുണമാണ്. അപ്പോൾ ഏതൊരു ആസിഡ്സിന്റെയും ബേസിക് കോമൺ ആയിട്ടുള്ള എലമെന്റ് എന്താണ്? ഓപ്ഷൻ ഹൈഡ്രജൻ, കാർബൺ, സോഡിയം, ഓക്സിജൻ. നമ്മുടെ ആൻസർ ഹൈഡ്രജൻ ആണ്. ഏതൊരു ആസിഡ് എടുത്താൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, നൈട്രസ് ആസിഡ്, എങ്ങനെ എന്തൊക്കെ ആസിഡ് എടുക്കുന്നു അതിനകത്തൊരു കോമൺ പാർട്ടിക്കിൾ ഉണ്ട്, അതിന്റെ പേര് ഹൈഡ്രജൻ എന്നാണ്. വിച്ച് മെറ്റൽ ഹാസ് ദ ലോവസ്റ്റ് ഡെൻസിറ്റി? ഹൈഡ്രജൻ, ലെഡ്, സോഡിയം, ലിഥിയം. വിച്ച് മെറ്റൽ ഹാസ് ദി ലോവസ്റ്റ് ഡെൻസിറ്റി? ഓപ്ഷൻസ് ഉണ്ട്, ഹൈഡ്രജൻ, ലെഡ്, സോഡിയം, ലിഥിയം. നമ്മളുടെ ആൻസർ ഏറ്റവും കുറവ് ഡെൻസിറ്റി ഉള്ളത് ലെഡിനാണ്. ഏറ്റവും കുറവ് ഡെൻസിറ്റി, വിച്ച് ഹാസ് ലോവസ്റ്റ് ഡെൻസിറ്റി. നമ്മളുടെ ആൻസർ ലെഡ്. ഹു പ്രസന്റഡ് ദ സ്ട്രക്ചർ ഓഫ് ആറ്റം ഫോർ ദി ഫസ്റ്റ് ടൈം? അപ്പോ ആറ്റത്തിന്റെ ഇന്ന് നമ്മൾ അംഗീകരിച്ച ആറ്റത്തിന്റെ സ്ട്രക്ചർ ആദ്യമായി ഡിസ്കവർ ചെയ്തത് ആര്? ജെയിംസ് ചാഡ്വിക്, ജെ തോംസൺ, നീൽസ് ബോർ, സൊറൻസൺ. അപ്പൊ ഇന്ന് നമ്മൾ അംഗീകരിച്ച ആറ്റം മോഡൽ ബോർ ആറ്റം മോഡലാണ്. നീൽസ് ബോറിന്റെ ബോർ ആറ്റം മോഡലാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ആറ്റം സ്ട്രക്ചർ ആദ്യം പറഞ്ഞത്, ഇന്ന് നമ്മൾ അംഗീകരിക്കപ്പെട്ട ആറ്റത്തിന്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തത് നീൽസ് ബോർ ആണ്. എന്നാൽ റൂദർഫോർഡ് ആണ് സൗരയൂഥ ആറ്റം മോഡൽ, സോളാർ പ്ലാനറ്റിന്റെ പോലത്തെ ആറ്റം മോഡൽ ഡിസ്കവർ ചെയ്യുന്നത്.
അതിനെ പരിഷ്കരിച്ചതാണ് നീൽസ് ബോർ ചെയ്തത്. അപ്പോൾ സൗരയൂഥ ആറ്റം മോഡല് ആരാണ് കണ്ടെത്തിയത്? നമ്മുടെ ആൻസർ സൗരയൂഥ ആറ്റം മോഡല് റൂദർഫോർഡ് ആണ്. അപ്പൊ അതിനെ പരിഷ്കരിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് അംഗീകരിച്ച ആറ്റത്തിന്റെ സ്ട്രക്ചർ കണ്ടെത്തിയത് നീൽസ് ബോർ ആണ്. സൗരയൂഥ ആറ്റം മോഡൽ എന്നാൽ എന്താണ്? നമ്മുടെ സൂര്യനെ എല്ലാ ഗ്രഹങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? പരിക്രമണം ചെയ്യുന്നുണ്ട്. അതുപോലെ ന്യൂക്ലിയസിനെ എല്ലാ ഇലക്ട്രോൺസും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതാണ് സൗരയൂഥ ആറ്റം മോഡൽ. ക്ലിയർ ആണ്? ഇനി what acid is used in storage batteries? Option phosphoric acid, hydrochloric acid, sulfuric acid, nitrous acid. അപ്പോൾ സ്റ്റോറേജ് ബാറ്ററീസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. സ്റ്റോറേജ് ബാറ്ററീസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആസിഡിന്റെ പേരെന്താണ്? സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യങ്ങൾ റിവിഷനിലേക്ക് പോവുകയാണ്. നമ്മുടെ ചോദ്യം, who invented the periodic table? Henry Moseley. How many groups? 18 groups. How many periods? 7 periods in a periodic table. What is the smallest particle in a substance called atom? ഇനി who discovered the proton? Rutherford ആണ്. ന്യൂക്ലിയസ് കണ്ടെത്തിയതും റൂദർഫോർഡ് ആണ്. How many electrons could fit into one orbit? Answer 2. What is the common element that is seen in all acids? It's hydrogen. Which metal has the lowest density? It's lead. Ini who presented the structure of atom for the first time? Niels Bohr. What acid is used in storage batteries? Answer sulfuric acid. Sulfuric acid storage sulfuric. ഇനി നമ്മളുടെ ചോദ്യം, വാട്ട് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്? ബ്ലൂ കളറിൽ വരുന്ന ലിറ്റ്മസ് പേപ്പർ റെഡ് കളർ ആക്കുന്നത് ആര്? ഓപ്ഷൻ ആസിഡ്, ആൽക്കലി, എ ആൻഡ് ബി, നൺ. അപ്പോൾ നമ്മളുടെ ലിറ്റ്മസ് പേപ്പർ ബ്ലൂ കളറിലിരുന്നത് റെഡ് ആക്കി മാറ്റി എങ്കിൽ അത് ആസിഡ് ആയിരിക്കും. ആസിഡ് ആയിരിക്കും ലിറ്റ്മസ് പേപ്പർ കളർ ചേഞ്ച് വരുത്തിയത്. ആൻസർ ആസിഡ്. What is called royal liquid? What is called royal liquid? Sulfuric acid, platinum, gold, aqua regia. അപ്പോൾ നമ്മളുടെ സ്വർണം ലയിക്കുന്നു, അക്വാ റീജിയാണ്. നമ്മളുടെ ആൻസർ അക്വാ റീജിയ. സ്വർണം ലയിക്കുന്ന രാജകീയ ദ്രാവകം എന്നാണ് പറയുന്നത് അക്വാ റീജിയ. നമ്മളുടെ ആൻസർ അക്വാ റീജിയ. ക്ലിയർ ആണ്? അപ്പോൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ ഒരു വസ്തുവിൽ ആസിഡിന്റെ ആണോ ആൽക്കലിയുടെ ആണോ സാന്നിധ്യം തിരിച്ചറിയാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എന്ത് ചെയ്യുന്നുണ്ട്? സൊല്യൂഷനിൽ മുക്കുന്നു. അപ്പോൾ നമുക്ക് റെഡ് കളർ കിട്ടിയെങ്കിൽ അത് ആസിഡ് ആണ്. ഇനി സയന്റിസ്റ്റ് ഹു മെയ്ഡ് ആറ്റമിക് മോഡൽ ഓഫ് സോളാർ സിസ്റ്റം. നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ ഒരു അറ്റോമിക് മോഡൽ ആരാണ് ഉണ്ടാക്കിയത്? Scientists who made atomic model of solar system. Option John Dalton, Ernest Rutherford, Niels Bohr, Kanada. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമ്മുടെ സോളാർ സിസ്റ്റം പോലെ സൗരയൂഥ മാതൃകയിൽ ഒരു ആറ്റം മോഡൽ ഡിസ്കവർ ചെയ്തത് ആരാണ്? റൂദർഫോർഡ് ആണ്. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇതാണ് നവീകരിച്ചുകൊണ്ട് ആര് രംഗത്ത് വന്നത്? നീൽസ് ബോർ വന്നത്. The change of the electron is bound. He is formed. നമ്മളുടെ ചോദ്യം, ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ചാർജ്, നമ്മുടെ ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? The charge of the electron is founded by option John Dalton, Ernest Rutherford, Niels Bohr, Millikan. ആൻസർ മില്ലിക്കൻ ആണ്. അപ്പോൾ ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൻ. ആൻസർ മില്ലിക്കൻ. Which ore is known as the fingerprint of atom? Option proton, neutron, electron, the nucleus. Which ore is known as the fingerprint of the atom? ഒരു ആറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ് എന്നറിയപ്പെടുന്ന എലമെന്റ് അല്ലെങ്കിൽ
വിച്ച് വൺ എന്നാണ് ചോദ്യം. വിച്ച് വൺ, ഏതാണത്? പ്രോട്ടോൺ ആണോ, ന്യൂട്രോൺ ആണോ, ഇലക്ട്രോൺ ആണോ, ന്യൂക്ലിയസ് ആണോ? അപ്പൊ ഏതിനെയാണ് ഒരാറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്നത്? നമ്മൾ പീരിയോഡിക് ടേബിള് മെഷർ ചെയ്ത് വെച്ചേക്കുന്നത് തന്നെ അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രോട്ടോണിന്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. പ്രോട്ടോണിന്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. എന്നാൽ മാസ് നമ്പർ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും കൂടി സമ്മ. മാസ് നമ്പർ ന്യൂട്രോൺ പ്ലസ് പ്രോട്ടോൺ ആണ് മാസ് നമ്പർ വരുന്നത്. എന്നാൽ നമ്മളുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ പ്രോട്ടോണിന്റെ എണ്ണം മാത്രം അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണം മാത്രം എന്നും പറയാൻ കരുത് തമ്മിൽ തുല്യമാണ്. അപ്പോൾ ആറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. അടുത്ത ചോദ്യം, ഹു ഡിവൈഡഡ് ദ പാർട്ടിക്കിൾസ് ഇൻടു മെറ്റൽസ് ആൻഡ് അലോയ്സ്? മെറ്റൽ എന്നും അലോയ്സ് എന്നും പദാർത്ഥങ്ങൾ വേർതിരിച്ചു. അതാരാണ്? ഓപ്ഷൻ റോബർട്ട് ബോയിൽ, ആന്റോണി ലാവോസിയ, ഹെൻറി മോസ്ലി, റൂദർഫോർഡ്. അപ്പോൾ ലോഹമെന്നും അലോഹമെന്നും നമ്മളുടെ പദാർത്ഥങ്ങളെ ക്ലാസിഫൈ ചെയ്തു. ഇതാണ് ആദ്യമായിട്ട് നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന രീതിയിൽ ഒരു ക്ലാസിഫിക്കേഷൻ, ലോഹങ്ങളെ ഒന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും ഒരു വേർതിരിവ് കാണിച്ചു. ഇത് അന്റോണിയോ ലാവോസിയ. ദ പേഴ്സൺ ഹു ഫസ്റ്റ് ഡിഫൈൻഡ് ദി എലമെന്റ്. എലമെന്റ് ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ദ പേഴ്സൺ ഹു ഫസ്റ്റ് ഡിഫൈൻഡ് ദി എലമെന്റ്. ഓപ്ഷൻ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്, ജെയിംസ് ചാഡ്വിക് ആണ്, പോൾ ഡർക്ക് ആണ്, പിന്നെ റോബർട്ട് ബോയ്. അപ്പൊ എലമെന്റ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ദ പേഴ്സൺ ഹു ഫസ്റ്റ് ഡിഫൈൻഡ് ദി എലമെന്റ്. എലമെന്റിനെ കുറിച്ച് ആദ്യം തന്നെ എന്താണ് പറഞ്ഞത്, സംസാരിച്ചത് റോബർട്ട് ബോയിൽ. ആൻസർ റോബർട്ട് ബോയിൽ. He is the father of chemistry. The region where an electron is most likely to be seen: the nucleus, the orbit, the orbital, micelle. Electron is most likely to be seen. ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺസുകൾ നമുക്ക് കാണപ്പെടുന്ന ഒരു മേഖല ഏത് എന്ന് ചോദിച്ചാൽ അത് ഓർബിറ്റൽ ആണ്. SPDF എന്ന് പറയുന്ന ഓർബിറ്റൽ സ്പേസിലായിരിക്കും നമുക്ക് കൂടുതലായിട്ടും ഇലക്ട്രോൺസ് കാണാൻ പറ്റുന്നത്. ഇനി ഷേപ്പ് ഓഫ് എസ് സബ്ഷെൽ. സബ്ഷെൽ എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. എസില് ഇലക്ട്രോൺസുകളുടെ എണ്ണം 2 ആണ്, പിയില് നമുക്ക് 6 ആണ്, എന്നില് എത്രയാണ്? എന്നില് 10, എഫില് 14. അപ്പോൾ ഷേപ്പ് ഓഫ് എസ് ആണ് ചോദിച്ചത്. എസ് ഒരു ഗോളാകൃതിയാണ്, സ്ഫെറിക്കൽ ആണ്. പി ആണെങ്കിൽ ഡംബൽ ഷേപ്പാണ്, ഡംബൽ ഷേപ്പാണ്. ദ ലൈറ്റസ്റ്റ് എലമെന്ററി പാർട്ടിക്കിൾ ഇൻ ആൻ ആറ്റം. ലൈറ്റസ്റ്റ് എലമെന്ററി പാർട്ടിക്കിൾ ഇൻ ആൻ ആറ്റം. ഓപ്ഷൻ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, ദ ന്യൂക്ലിയസ്. അപ്പൊ നമ്മുടെ ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എലമെന്ററി പാർട്ടിക്കിൾ ഏതാണ്? ലൈറ്റസ്റ്റ് ആയിട്ടുള്ള എലമെന്ററി പാർട്ടിക്കിൾ. നമ്മളുടെ ആൻസർ എന്താണ്? ഇലക്ട്രോൺ ആണ്. ഭാരം ഏറ്റവും കുറവായ മൗലിക കണമാണ് ഇലക്ട്രോൺ. ഭാരം കൂടുതൽ ന്യൂട്രോൺ, ഭാരം കൂടുതൽ ന്യൂട്രോൺ. ഇറ്റ് വാസ് ദ ഇന്ത്യൻ ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ പരമാണു തിയറി. പരമാണു തിയറി എന്ന സിദ്ധാന്തം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ ജോൺ ഡാൾട്ടൺ, തോംസൺ, നെയിൽസ് ബോർ, കനാദ മുനി. അപ്പൊ പരമാണു തിയറം ഡിസ്കവർ ചെയ്ത് കനാദ മുനിയാണ്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, സബ്ഷെൽ ബിലോങ് ടു ദ എം ഷെൽ. എസ്, പി, ഡി നമ്മൾ കണ്ടു. ഇനി നമ്മുടെ സബ്ഷെൽസ് ബിലോങ് ടു ദി എം ഷെല്ല്. KLM പറഞ്ഞില്ലേ, 2, 8, 18 എന്നൊക്കെ പറഞ്ഞില്ലേ KLM. അതുപോലെ എമ്മിനകത്ത് എത്ര ഇലക്ട്രോൺസ് ആണ്? 2n² ആണ്. 3² 18 ആണ് മാക്സിമം ഇലക്ട്രോൺസ്. എന്നാൽ ഏതൊക്കെയാണ് 18 വരുന്നത്? 1s2 വരും, 2s2 വരും, പിന്നെയോ 2p 6 വരും, 3s1 വരും. അപ്പൊ 2 2 4, 4 കഴിഞ്ഞാൽ 6 4 10 അല്ലേ? ഇപ്പൊ 10 ആയതേ ഉള്ളൂ. അപ്പൊ 12.
3p6ഉമാണ്. 3p6ഉമാണ്. അപ്പൊ ഇതിനകത്ത് എം ഷെല്ല് എന്ന് പറയുമ്പോൾ എസ് പി ഡി വരെ വരുന്നുള്ളൂ അല്ലെ. എം ഷെല്ലിൽ ഡി വരെ വരുന്നുള്ളൂ, എഫിലേക്ക് നമ്മൾ പോകുന്നില്ല. എ സബ് ഷെൽ ബിലോങ് ടു ദി കെ ഷെൽ. കെക്ക് 2 ഇലക്ട്രോൺസ് അല്ലേ ഉള്ളൂ, അപ്പൊ എസ് തന്നെ ധാരാളം. സബ് ഷെൽ ബിലോങ് ടു ദി കെ ഷെൽ, എസ്. നമ്മുടെ ആൻസർ എസ് ആണ്. നോബൽ പ്രൈസ് വിന്നർ ഓഫ് കെമിസ്ട്രി ആൻഡ് പീസ്. അപ്പോൾ സമാധാനത്തിന്റെയും കെമിസ്ട്രിയുടെയും നോബൽ സമ്മാനം ഏറ്റുവാങ്ങിയത് ആരാണ്? ഓപ്ഷൻ മദർ തെരേസ, ലിനസ് പോളിംഗ്, റോബർട്ട് ബോയിൽ, ലാവോസിയ. അപ്പോൾ കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് വിന്നർ ഓഫ് നോബൽ പ്രൈസ് വിന്നർ ഓഫ് കെമിസ്ട്രി ആൻഡ് പീസ് രണ്ടും കൂടി കിട്ടിയത് ഏക വ്യക്തി ആരാണ്? നമ്മുടെ ഉത്തരം ലിനസ് പോളിംഗ് ആണ്. നമ്മുടെ ഉത്തരം ലിനസ് പോളിംഗ്. ഇനി ഡിറ്റർമിനിങ് ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ്. ഓപ്ഷൻ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, ന്യൂക്ലിയസ്. അപ്പോൾ ഡിറ്റർമിനിങ് ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ സബ്സ്റ്റൻസ്, നമ്മുടെ ആൻസർ പ്രോട്ടോൺ. ക്ലിയർ ആണ്? അപ്പോ നമ്മളുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഉത്തരം എന്താണ്? ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് ആണ്. ഫിംഗർ പ്രിന്റ് ആണ് പ്രോട്ടോൺ. അറ്റോമിക് നമ്പർ പ്രോട്ടോണിന്റെ എണ്ണമാണ്. പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് കൊടുക്കുന്നത് പ്രോട്ടോൺ ആണ്. അപ്പോൾ നമ്മളുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ ആണ് ബാലൻസിയൊക്കെ തീരുമാനിക്കുകയും അത് ഗ്രൂപ്പിൽ തന്നെ അലസവാദങ്ങളാക്കി നിലനിർത്തണമോ അല്ലെങ്കിൽ ഏത് ലോഹമാക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇലക്ട്രോൺസ് ആണ്. എ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ആൻ ആറ്റം. പോസിറ്റീവ് ചാർജ് ആരായിരിക്കും? പ്രോട്ടോണിനും ഉണ്ട്, ന്യൂക്ലിയസിനുമുണ്ട്. ന്യൂക്ലിയസ് ഇല്ലല്ലോ ഓപ്ഷനിൽ. അപ്പൊ ആൻസർ ഓപ്ഷനിൽ ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ പ്രോട്ടോൺ ആണ്. ഹു ഇൻവെന്റഡ് ദി പി എച്ച് സ്കെയിൽ? എന്താണ് പി എച്ച് സ്കെയിൽ? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആണ്. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആണ് പി എച്ച് സ്കെയില്. പി എച്ച് സ്കെയിലിൽ 7 ആണെങ്കിൽ ന്യൂട്രൽ ആണ് എന്ന് പറയാം. ജലം പി എച്ച് സ്കെയിലാണ്. ജലം പി എച്ച് സ്കെയിൽ 7 ന്യൂട്രലാണ്. ഈ 7 താഴോട്ട് പോയാൽ എന്ത് സംഭവിക്കുന്നു? ആൽക്കലി ആകുന്നു. ഈ ഒരു ഇതില് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ കുറവാണെങ്കിൽ ആസിഡ് ആകുന്നു. ആസിഡ് ഇപ്പൊ 5 അല്ലെങ്കിൽ 3, 4.2 ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് ആസിഡാണ്. ഇനി ഇങ്ങോട്ട് പോവുകയാണ്, 7ൽ കൂടുതലാണ്, 8, 9, 10.2 ഇങ്ങനെ 7ൽ കൂടുതലാണെങ്കിൽ ഇതിനെ നമുക്ക് ആൽക്കലി എന്നും വിളിക്കാം. അപ്പൊ ആസിഡ് എന്താണ്? ആൽക്കലി എന്താണ്? ആസിഡ് എന്ന് പറയുമ്പോൾ ഇത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ട് ഇരിക്കുകയാണ് അല്ലെ. അപ്പോ അത് ഈ 7 എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ആസിഡും അല്ല, എന്തുമല്ല, ആസിഡുമല്ല, ആൽക്കലിയുമല്ല. നമ്മളുടെ ജലത്തിന് ആസിഡും അല്ല, ആൽക്കലിയുമല്ല. 7ൽ താഴെയാണെങ്കിൽ അതെല്ലാം ആസിഡാണ്, 7ൽ മുകളിലാണെങ്കിൽ അതെല്ലാം ആൽക്കലിയുമാണ്. ഹു ഇൻവെന്റഡ് ദി പി എച്ച് സ്കെയിൽ എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഉത്തരം ആരാണ്? പി എച്ച് സ്കെയിൽ, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ സ്കെയിൽ എന്ന് പറയുമ്പോൾ സോറൻസൺ. ആൻസർ സോറൻസൺ. What is the total sum of neutrons and protons in an atom? അപ്പോൾ നമ്മളുടെ പ്രോട്ടോണും ന്യൂട്രോണും കൂടി ഒരാറ്റത്തിലെ കാണപ്പെടുന്ന ടോട്ടൽ നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ ആണോ? അല്ല, അത് പ്രോട്ടോണിന്റെ എണ്ണം മാത്രമാണ്. മാസ് നമ്പർ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ്. അപ്പോൾ നമ്മളുടെ ഉത്തരം മാസ് നമ്പറാണ്. അപ്പോൾ നമ്മുടെ ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും കൂടെ ആകെ തുക ഇതെന്ന് പറയുന്നത് മാസ് നമ്പറാണ്. ഇതിനെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത്. ന്യൂട്രോണിന് ചാർജ് ഇല്ല, ജെയിംസ് ചാഡ്വിക് ആണ് കണ്ടെത്തിയത്. പിന്നെ പ്രോട്ടോൺ ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ആണ്. റൂതർഫോർഡ് ആണ് പ്രോട്ടോണും ന്യൂക്ലിയസും കണ്ടെത്തിയത്. റെയറസ്റ്റ് മെറ്റൽ ഈസ് ഓപ്ഷൻ കാർബൺ, ഹൈഡ്രജൻ,
ടൈറ്റാനിയം, റോഡിയം. നമ്മുടെ ഉത്തരം റോഡിയം. നമ്മുടെ ആൻസർ എന്താണ്? റോഡിയമാണ് റെയറസ്റ്റ് മെറ്റൽ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബ്ലൂ ലിറ്റ്മസ് റെഡ് ആക്കുന്നത് ആസിഡാണ്. റോയൽ ലിക്വിഡ് അക്വാറീജിയാണ്. അറ്റോമിക് മോഡൽ ഓഫ് സോളാർ സിസ്റ്റം കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്. സൗരയൂഥ മാതൃകയിൽ ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തു. അതിനെ ഒന്ന് നവീകരിച്ചതാണ് നമ്മളുടെ നീൽസ് ബോർ ചെയ്തത്. ചാർജ്, ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് മെല്ലിക്കണം. ഇനി വിച്ച് വൺ നോൺ ആസ് ദ ഫിംഗർ പ്രിന്റ് ഓഫ് ദി ആറ്റം? ഒരു ഫിംഗർ പ്രിന്റ് എന്ന് പറയണമെങ്കിൽ നമ്മളുടെ ഉത്തരം എന്താണ്? അതെ, പ്രോട്ടോൺ ആണ്. അറ്റോമിക് നമ്പർ അല്ലേ. ഇനി ഹൂ ഡിവൈഡഡ് ദ പാർട്ടിക്കിൾസ് ഇൻടു മെറ്റൽസ് ആൻഡ് അലോയ്സ്? ലോഹമെന്നും അലോഹമെന്നും ക്ലാസിഫിക്കേഷൻ നടത്തിയത് ആന്റോണിയോ ലാവോസിയ. പേഴ്സൺ ഹു ഫസ്റ്റ് ഡിഫൈൻഡ് ദി എലമെന്റ് Robert Boyle. The region where an electron is mostly likely to be seen orbital. Shape of one is orbit, spherical ആണ്. P ആയിരുന്നെങ്കിൽ ഡംബൽ ആയിരുന്നു. ഇനി the largest element particle in an atom. ലാർജസ്റ്റ് ആണെങ്കിൽ അത് ന്യൂട്രോൺ ആണ്. എന്നാൽ ലൈറ്റസ്റ്റ്, ഭാരം കുറഞ്ഞ കണം ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ഇലക്ട്രോൺ ആണ്. It was the Indian who introduced പരമാണു തിയറി. പരമാണു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് കനാദ മുനിയാണ്. സബ്ഷെൽ ബിലോങ്ങിങ് ടു ദി എം ഷെൽ. സബ്ഷെൽസ് ബിലോങ്ങിങ് ടു ദി എം ഷെൽ. 20 സ്ക്വയർ ആണ്. അപ്പോൾ എത്രമാത്രം എലമെന്റ്സ് കാണും എന്ന് നമുക്കറിയാം. SPD ആണ്. എ സബ്ഷെൽ ബിലോങ്ങിങ് ടു ദി കെ ഷെൽ, അത് എസ് ആണ്. Nobel Prize winner for chemistry Linus Pauling. Determine the chemical properties of a substance. നമ്മുടെ ആൻസർ ഇലക്ട്രോൺ ആണ്. A positively charged particle in an atom, proton ആണ്. Who invented the pH scale? Soren Sorensen. ഇനി നമ്മൾ പറയുന്നത് പ്രോട്ടോണും ന്യൂട്രോണിന്റെയും കൂടെ സമ്മിനെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത്. റെയറസ്റ്റ് മെറ്റൽ ഏതാണ്? റോഡിയം. ഇനി ലൈറ്റസ്റ്റ് മെറ്റൽ ഏതാണ്? റെയറസ്റ്റ് മെറ്റൽ ഏതാണ്? റോഡിയമാണ്. ലൈറ്റസ്റ്റ് ആയിട്ടുള്ള മെറ്റൽ ഏതാണ്? ഓപ്ഷൻ ഹൈഡ്രജൻ, സോഡിയം, ഹീലിയം. ഇത് നോക്കാം അല്ലേ. അപ്പൊ നമ്മുടെ ആൻസർ ലിഥിയം. ലൈറ്റസ്റ്റ് മെറ്റൽ ലിഥിയമാണ്. റെയറസ്റ്റ് മെറ്റൽ റോഡിയമാണ്. ഇനി നമ്മൾ ഹെവിയസ്റ്റ് മെറ്റൽ ഏതാണ് എന്ന് നോക്കാൻ പോകുന്നു. ഏതാണ് ഹെവിയസ്റ്റ് മെറ്റൽ? ഓപ്ഷൻ ടങ്സ്റ്റൺ, ഓസ്മിയം, ഗോൾഡ്, റോഡിയം. ഹെവിയസ്റ്റ് മെറ്റൽ എന്ന് പറയുമ്പോൾ ഉത്തരം ഓസ്മിയം. ആൻസർ ഓസ്മിയം, ഹെവിയസ്റ്റ് മെറ്റൽ. മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽ ഏതാണ്? ഓപ്ഷൻ പ്ലാറ്റിനം, സോഡിയം, കോപ്പർ, ഗോൾഡ്. അപ്പോൾ ഏതാണ് ഡക്റ്റൈൽ മെറ്റൽ? അപ്പോൾ വലിച്ചു നീട്ടുക, അടിച്ചു പരത്തുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മോർ ഡക്റ്റൈൽ എന്ന് പറയുന്നത് ഗോൾഡ്. മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റലാണ് ഗോൾഡ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹാർഡസ്റ്റ് മെറ്റൽ ഏതാണ്? ഓപ്ഷൻ ഹെവിയസ്റ്റ് മെറ്റൽ ഓസ്മിയം ആണ്. എന്നാൽ ഹാർഡസ്റ്റ് ആയിട്ടുള്ള മെറ്റൽ ഏത്? ടങ്സ്റ്റൺ, ഓസ്മിയം, ഗോൾഡ്, റോഡിയം. നമ്മുടെ ആൻസർ ഹാർഡസ്റ്റ് എന്ന് പറയുമ്പോൾ ടങ്സ്റ്റൺ. ഹാർഡസ്റ്റ് ടങ്സ്റ്റൺ. Wax is soluble in dash. Wax is soluble in benzene. Wax is soluble in benzene.
Dolomite is an ore of dash. Dolomite is an ore of dash. നമ്മളുടെ ഓപ്ഷൻ സോഡിയം, കാൽഷ്യം, അയൺ, അലൂമിനിയം. അപ്പൊ നമ്മളുടെ ഡോളോമൈറ്റ് ഇറ്റ്സ് ആൻ ഓർ ഓഫ് ഡാഷ്. ക്ലിയർ ആണ്? നമ്മുടെ ആൻസർ കാൽഷ്യം. അപ്പൊ ഡോളോമൈറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓർ ഓഫ് കാൽസ്യം. അടുത്തത് മോസ്റ്റ് പ്രീഷ്യസ് മെറ്റൽ. ഗോൾഡ്, പ്ലാറ്റിനം, സിൽവർ, കോപ്പർ. അപ്പൊ മോസ്റ്റ് പ്രീഷ്യസ് മെറ്റൽ ഏതാണ്? നമ്മുടെ ആൻസർ പ്ലാറ്റിനമാണ്. ഇനി സിന്നബാർ ഈസ് ദ ഓർ ഓഫ് ഡാഷ്. നമ്മളുടെ ഉത്തരം ഓപ്ഷൻ സോഡിയം, മെർക്കുറി, അയൺ, അലൂമിനിയം. നമ്മുടെ ഉത്തരം മെർക്കുറി. ഇനി നമ്മുടെ ചോദ്യം, ദ ഭോപ്പാൽ ട്രാജഡി ഓഫ് 1984 was due to the leakage of which gas? ഓപ്ഷൻ മീഥൈൽ ക്ലോറൈഡ്, മീഥൈൽ പ്രൊപ്പനേറ്റ്, ഇനി മീഥൈൽ കാർബോഹൈഡ്രേറ്റ്, മീഥൈൽ ഐസോസയനേറ്റ്. നമുക്കറിയാം 1984 ഭോപ്പാൽ, മധ്യപ്രദേശിലെ ഭോപ്പാലിലെ ദുരന്തമുണ്ടാകുന്നത്. അപ്പോൾ ഒരുപാട് പേര് മരിക്കുന്നു. ഇവിടെ പങ്കെടുത്തത് മീഥൈൽ ഐസോസയനേറ്റ്. അപ്പോൾ ഇതിന്റെ ഒരു ചോർച്ച കാരണമാണ് 1984 ഭോപ്പാൽ ദുരന്തം ഉണ്ടാവുകയും നിരവധി പേർക്ക് തങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുകയും ചെയ്തു. മീഥൈൽ ഐസോസയനേറ്റ്. The process used to produce ammonia is called ammonium process. None of these. Haber process, contact process. അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് നമ്മളൊരു പ്രോസസ് നടത്തും, അതാണ് ഹേബർ പ്രോസസ്. അമോണിയയുടെ പ്രോസസ് ആണ് ഹേബർ പ്രോസസ്. ഐസോടോപ്പ് യൂസ്ഡ് ഇൻ ദി ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ. ഓപ്ഷൻ കോബാൾട്ട് 16, കാർബൺ 14, സിങ്ക്, യുറേനിയം. അപ്പോ ഐസോടോപ്പ് യൂസ്ഡ് ഇൻ ദി ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ, നമ്മുടെ ഉത്തരം കോബാൾട്ട് 60. ഡയമണ്ട് ഈസ് എ ക്രിസ്റ്റലൈൻ ഫോം ഓഫ് ഡാഷ്. ഓപ്ഷൻസ് കാർബൺ, സിങ്ക്, കോപ്പർ, ഗോൾഡ്. ഡയമണ്ട് എന്ന് പറയുന്നത് എന്തിന്റെ ക്രിസ്റ്റലൈൻ ഫോം ആണ്? നമ്മളുടെ ഉത്തരം കാർബണിന്റെ ക്രിസ്റ്റലൈൻ ഫോമാണ്. കാർബൺ എന്ന് പറയുമ്പോൾ അലോട്രോപ്സ് ഇഷ്ടം പോലെ ഉണ്ട് രൂപാന്തരത്തിൽ. കാർബണിന്റെ ഒരു അലോട്രോപ്പാണ്. ഗ്രാഫൈറ്റ് കാർബണിന്റെ അലോട്രോപ്പാണ്. നമ്മൾ ലെഡ് പെൻസിലൊക്കെ ഗ്രാഫൈറ്റ് ഉപയോഗിക്കാറില്ലേ? പിന്നെ എന്തൊക്കെ വരുന്നുണ്ട്? അലോട്രോപ്സ് ഓഫ് കാർബൺ. ക്ലിയർ ആണ്? ഡയമണ്ട്, ചാർക്കോള്, ഇതൊക്കെ എന്താണ്? നമ്മളുടെ കാർബണിന്റെ അലോട്രോപ്സുകളാണ്. അപ്പൊ നമ്മളുടെ കാർബണിന്റെ ഏറ്റവും വില കൂടിയ ഭാഗമാണ് കാർബണിന്റെ ഡയമണ്ട്. വില കുറഞ്ഞതാണ് കരിയൊക്കെ. ക്ലിയർ ആണ്? Which among the following is produced when we pass chlorine into slaked lime? എപ്പോഴാണോ നമ്മൾ സ്ലേക്കഡ് ലൈമിലേക്ക് ക്ലോറിൻ പാസ് ചെയ്യുന്നത് അപ്പോൾ ലഭിക്കുന്നത് എന്ത്? DDT, ബ്ലീച്ചിങ് പൗഡർ, ജിപ്സം, ബേക്കിംഗ് പൗഡർ. അപ്പോൾ
നമ്മുടെ ക്ലോറിൻ കടത്തിവിട്ടാൽ സ്ലേക്കട്ട് ലൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ഓപ്ഷൻസ് DDT ഉണ്ട്, ബ്ലീച്ചിങ് പൗഡർ ഉണ്ട്, ജിപ്സം ഉണ്ട്, പിന്നെയോ ബേക്കിംഗ് പൗഡറും ഉണ്ട്. നമ്മുടെ ഉത്തരം ബേക്കിംഗ് പൗഡർ. ആൻസർ ബേക്കിംഗ് പൗഡർ. ക്ലിയർ ആണ്? ഇനി നമ്മൾ റിവിഷനിലേക്ക് പോവുക. എന്തൊക്കെ പഠിച്ചു എന്ന് നമുക്കറിയണ്ടേ? ഓക്കെ, നമ്മളൊന്ന് റിവിഷൻ ചെയ്യുന്നു. ഒന്നാമത് നമ്മൾ പഠിച്ചത് ഹൂ ഈസ് ദി ഫാദർ ഓഫ് കെമിസ്ട്രി? നമ്മുടെ ആൻസർ റോബർട്ട് ബോയിൽ. ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി ലാവോസിയ. ഇനി നമ്മൾ പറയുന്നത് ആറ്റം കണ്ടെത്തിയത് ആരാണ്? നമ്മുടെ ആൻസർ ജോൺ ഡാൾട്ടൺ. ഇന്ത്യൻ കെമിസ്ട്രിയുടെ പിതാവ് പ്രഫുല്ല ചന്ദ്ര റേ ആണ്. നാഷണൽ കെമിക്കൽ ലബോറട്ടറി പൂനെയിലാണ്. യുഎൻഒ 2011 കെമിസ്ട്രി വർഷമായി ആചരിച്ചു. ഇനി കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടായ സയന്റിസ്റ്റ് അത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം വന്ന വാക്ക് ആറ്റമോസ് എന്ന ഗ്രീക്ക് പദം. ഏർലി നെയിം ഓഫ് കെമിസ്ട്രി ഈസ് ആൽക്കമി. ഇനി പീരിയോഡിക് ടേബിൾ എത്ര എണ്ണമുണ്ട്? 7. പിന്നെയോ ഹെൻറി മോസ്ലി ഇൻവെന്റഡ് ദി പീരിയോഡിക് ടേബിൾ. ഇനി ഹൗ മെനി ഗ്രൂപ്പ് ആർ there in the periodic table? 18. How many periods are in the periodic table? How many periods? 7. What is the smallest particle in a substance? Smallest particle ഏതാണ്? ഓപ്ഷൻ എലമെന്റ്സ്, മോളിക്യൂള്, ആറ്റം, സെൽ. ഇപ്പൊ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് വിഭജിക്കാൻ കഴിയാത്തത് ആറ്റമാണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് റൂദർഫോർഡ്, ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്, ഇലക്ട്രോൺ കണ്ടെത്തിയത് JJ തോംസൺ, ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ്. ഹൗ മെനി ഇലക്ട്രോൺസ് ഫിറ്റ് ഇൻ ടു വൺ ഓർബിറ്റ്? ട്വൈൻ സ്ക്വയർ എന്ന ഇക്വേഷൻ ഉപയോഗിക്കുക. 2, 4, പിന്നെയോ 2 + 4 4 കൂട്ടി പോകുന്നു 6 + 4 10 പ്ലസ് പിന്നെ നമ്മൾ 4 കൂട്ടുമ്പോൾ 14. അടുത്ത ചോദ്യം, what is the common element that is seen in all the acids? It's hydrogen. Which metal has the lowest density? It's lead. Who presented the structure of atom for the first time? Niels Bohr. What acid is used in storage batteries? Sulfuric acid. What turns blue litmus into red? It's എന്താണ്? ബ്ലൂ ലിറ്റ്മസിനെ റെഡ് കളറാക്കണമെങ്കിൽ അത് ആസിഡ്. വാട്ട് ഈസ് കാൾഡ് റോയൽ ലിക്വിഡ്? റോയൽ ലിക്വിഡ് എന്നറിയപ്പെടുന്നത് അക്വാ റീജിയ. നമ്മളുടെ സ്വർണത്തിനേക്ക് മാറ്റാൻ, ദ്രാവകമാക്കി മാറ്റാനുള്ള കഴിവ് ഈ അക്വാ റീജിയക്കുണ്ട്. സ്വർണം ഉരുകുന്നു. Scientists who made atomic model of solar system. Solar system atomic model ആദ്യം ഡെവലപ്പ് ചെയ്തതാണ് റൂദർഫോർഡ്. The change of the electron is found. ചേഞ്ച് അല്ല, ചാർജ്. ഞാൻ ഇത് ചേഞ്ച് എന്ന് വായിക്കുന്നത് അല്ലെ, ചാർജ്. ഇലക്ട്രോൺസിന്റെ നെഗറ്റീവ് ചാർജ് ആണ്. ഈ ചാർജ് കണ്ടെത്തിയത് ആര്? ഉത്തരം മെല്ലിക്കൺ. Which one is known as the fingerprint of the atom? It's proton. Who divide the particle into metals and alloys? It's നമ്മളുടെ ഉത്തരം ലാവോസിയ. ഇനി the person who first defined the element, റോബർട്ട് ബോയിൽ ആണ് എലമെന്റ് കണ്ടെത്തിയത്. ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവാണ്.
അപ്പോൾ the region where an electron is mostly likely to be seen in orbit, അത് കഴിഞ്ഞ് ഓർബിറ്റ്. അപ്പോൾ നമ്മളുടെ ആൻസർ an electron is most likely to be seen in an orbit. Shape of a subshell is sphere shape ആണ്. പി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഡംബൽ ഷേപ്പ് ആണ്. ക്ലിയർ ആണ്. The largest elementary particle in an atom is electron. ഇനി പരമാണു സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാ? നമ്മുടെ ആൻസർ കനാദം. സബ്ഷെൽ ബിലോങ് ടു ദി എം ഷെൽ SPD ആണ്. A subshell belonging to the K shell. Yes മാത്രമാണ്. Nobel Prize winner of chemistry and peace. കെമിസ്ട്രിക്കും സമാധാനത്തിനും നോബൽ സമ്മാനം ലഭിച്ചത് ലിനസ് പോളിംഗ്. Determine the chemical properties of a substance. ഒരു സബ്സ്റ്റൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിറ്റർമിൻ ചെയ്യാൻ പറഞ്ഞാൽ ഇറ്റ്സ് ഇലക്ട്രോൺ. അപ്പോൾ നമ്മളുടെ തൊട്ടു മുമ്പിലത്തെ ചോദ്യം കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇലക്ട്രോൺസ് ആണ്. നോബൽ പ്രൈസ് വിന്നർ ഫോർ കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ലിനസ് പോളിംഗ് ആണ്. സബ്ഷെല് കെ എന്ന് പറയുമ്പം എ ആണ്. 2 എത്രയാണ് എസിൽ പറ്റുന്നത്? മാക്സിമം 2 ആണ്. ഇനി നമ്മൾ പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾ. എ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ഇൻ ദ ന്യൂക്ലിയസ് ഈസ് പ്രോട്ടോൺ. ആൻസർ പ്രോട്ടോൺ. നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ. ഇലക്ട്രിക്കലി ന്യൂട്രൽ ന്യൂട്രോൺ. ഹു ഇൻവെന്റ് ദി pH സ്കെയിൽ? നമ്മുടെ ആൻസർ ആരാണ് pH സ്കെയില് ഇൻവെന്റ് ചെയ്തത്? റൂദർ ഫോർഡ് അല്ലേ? ഹു ഇൻവെന്റഡ് ദി pH സ്കെയിലാണ്, സോറൻസൺ ആണ്. അപ്പോൾ നമ്മളുടെ പ്രോട്ടോണും ന്യൂക്ലിയസും ഒക്കെ ആയിരുന്നെങ്കിൽ റൂദർ ഫോർഡ് ആണ്. ഇത് pH സ്കെയിലാണ്, സോറൻസൺ. What is the total sum of neutrons and proton? ന്യൂട്രോൺ പ്രോട്ടോൺ ഒന്നിക്കുമ്പോൾ അതാണ് നമ്മളുടെ മാസ് നമ്പർ. അറ്റോമിക് നമ്പർ പ്രോട്ടോണിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണമാണ്. പ്രോട്ടോണിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണമാണ്. റേറസ്റ്റ് മെറ്റൽ റോഡിയം, ലൈറ്റസ്റ്റ് ലിഥിയം, ഹെവിയസ്റ്റ് ഓസ്മിയം. ഡക്റ്റൈൽ മെറ്റൽ ഗോൾഡ്, വലിച്ചു നീട്ടാനും അതുപോലെ തന്നെ ഉരുട്ടാനും. ക്ലിയർ ആണ്. നമ്മളുടെ ഉത്തരം മോസ്റ്റ് ഡക്റ്റൈൽ എലമെന്റ് ഗോൾഡ്. ഹാർഡസ്റ്റ് മെറ്റൽ ഏതാണ്? ഹാർഡസ്റ്റ് മെറ്റൽ ടങ്സ്റ്റൺ. വാക്സ് ഈസ് സോലുബിൾ ഇൻ ബെൻസീൻ. വാക്സ് ഈസ് സോലുബിൾ ഇൻ ബെൻസീൻ. ഡോളമൈറ്റ് ഈസ് an ore of calcium. അപ്പോൾ ഡോളമൈറ്റ് ഈസ് an ore of calcium. ക്ലിയർ ആണ്, മനസ്സിലാകുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് മോസ്റ്റ് പ്രീഷ്യസ് മെറ്റൽ ആണ്. ഇപ്പോൾ ഗോൾഡിനെ തോൽപ്പിച്ചുകൊണ്ട് പ്ലാറ്റിനം. സിനബാർ ഈസ് ദ ഓർ ഓഫ് ഡാഷ്. സോഡിയം ഉണ്ട്, മെർക്കുറി ഉണ്ട്, അയൺ, അലൂമിനിയം. അപ്പൊ നമ്മുടെ ആൻസർ മെർക്കുറി ആണ്. സിനബാർ ഈസ് ദ ഓർ ഓഫ് Mercury. The Bhopal tragedy of 1984 was due to the leakage of which gas? Methyl isocyanate. The process used to produce ammonia is called Haber process. നമ്മുടെ ആൻസർ ഹേബർ പ്രോസസ്. അപ്പോൾ അമോണിയ ഉൽപാദനത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഹേബർ പ്രോസസ് എന്ന് വിളിക്കുന്നത്. ഐസോടോപ്പ് യൂസ്ഡ് ഇൻ ദി ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ. അപ്പോൾ നമുക്ക് ക്യാൻസർ ഇല്ലെങ്കിൽ കൊബാൾട്ട് 60 ഇത് കൊടുക്കുക.
അപ്പോൾ നമുക്ക് ക്യാൻസറിനെ ഒരു പരിധിവരെ തടയാൻ പറ്റും. അപ്പോൾ ഐസോടോപ്പ് നമ്മുടെ ക്യാൻസറിനെ തടയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കൊബാൾട്ട് 60. Diamond is a crystalline form of dash. Diamond is a crystalline form of carbon. Which among the following is produced when we pass the chlorine into slaked lime? അപ്പോൾ നമ്മളുടെ ഉത്തരം ബേക്കിംഗ് പൗഡർ. അപ്പോൾ which among the following is produced when we pass chlorine and into slaked lime? നമ്മുടെ ഉത്തരം ബേക്കിംഗ് പൗഡർ. ആൻസർ ബേക്കിംഗ് പൗഡർ. ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. നമ്മളിപ്പോൾ കെമിസ്ട്രിയുടെ ഒരു മികച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നമ്മളുടെ യൂണിവേഴ്സിറ്റി ലെവൽ നമുക്ക് ഇനി വരാൻ പോകുന്ന പല സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകൾക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ഒരു സെക്ഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കെമിസ്ട്രിയുടെ ഞാൻ 5 ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നോ നോക്കുക. കെമിസ്ട്രിയുടെ പിതാവ്, ഹു ഇസ് ദ ഫാദർ ഓഫ് കെമിസ്ട്രി? പ്രഫുല്ല ചന്ദ്ര റേ. മോഡേൺ കെമിസ്ട്രി, ലാവോസിയ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചോദ്യമാണ്, നിങ്ങൾ ഉത്തരം പറയുക. ആറ്റം കണ്ടെത്തിയത് ആരാണ്? ഹു ഡിസ്കവേർഡ് ആറ്റം? ജോൺ ഡാൾട്ടൺ. ഇനി pH സ്കെയിൽ കണ്ടെത്തിയത് ആര്? സൊറൻസൺ. pH സ്കെയിൽ കണ്ടെത്തി. ക്ലിയർ ആണ്? മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവര് ഇപ്പോൾ ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചത്. ക്ലിയർ ആണ്? ഒരു 5 ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കട്ടെ. ഉത്തരം പറയുമോ? ഉത്തരം പറയുമോ? ക്ലിയർ ആണോ? ആറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ് ഏതാണ്? ആറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ്. ക്ലിയർ ആണ്? ആറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ് ഏതാണ്? പ്രോട്ടോണെയാണ് ഫിംഗർ പ്രിന്റ് എന്നറിയപ്പെടുന്നത്. ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആര്? ന്യൂക്ലിയസ് കണ്ടെത്തിയത് നമ്മളുടെ ഉത്തരം ന്യൂക്ലിയസ് കണ്ടെത്തുന്നത് റൂദർഫോർഡ്. ആൻസർ റൂദർഫോർഡ്. ഡോളോമൈറ്റ് ഈസ് ആൻ ഓർ ഓഫ് ഡാഷ്. ഡോളോമൈറ്റ് കാൽഷ്യം. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. റെയറസ്റ്റ് മെറ്റൽ ഏത്, പിന്നെയോ ഹാർഡസ്റ്റ് മെറ്റൽ ഏത്, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ചോദ്യങ്ങൾ. ക്ലിയർ ആകുന്നുണ്ട്? പിന്നെ ഐസോടോപ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു. കാർബൺ 14 എന്തിനാണ് ഉപയോഗിക്കുന്നത്? എന്തിനാണ്? കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് എക്സാമുകളുണ്ട്. അതിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കെമിസ്ട്രി.